ബോസ് കമിൻ. ബോസ് ജൂയിസായിട്ട് കോൾ റെക്കോർഡ്സ് കിട്ടിയിട്ടുണ്ട്. പറ. ആ ഷിപ്മെന്റ് ലോഡ് ചെയ്തത് മുതൽ എക്സ്പോർട്ട് ചെയ്ത ടൈം പീരീഡിൽ ഇൻകമിങ് ഔട്ട് ഗോയിങ്ങുമായിട്ട് ആകെ 3 കോണ്ടാക്ട്സുകൾ മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് ബോസിന്റെ, സെക്കൻഡ് നമ്മുടെ കണ്ടെയ്നർ വർക്കർ റാഫിക്, തേർഡ് ഇവിടെ അടുത്തുള്ള സെലോ ആർട്സ് കോളേജിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റിന്റെ പേര് ടീക്കോ ടൈലർ. ഡാമിറ്റ്, ഞാൻ എന്തിനാ ജൂയിനെ സംശയിച്ചത്? അവൻ ഒരിക്കലും എന്നെ ചതിക്കില്ലെന്ന് അറിഞ്ഞു വെച്ചിട്ടും ബോധമില്ലാണ്ടായോ നിനക്ക്? ഈ ഇടയായി നിനക്ക് എന്തൊക്കെ ചിന്തിക്കണം, ആരെ വിശ്വസിക്കണം, എന്തൊക്കെ ചെയ്യണമെന്ന് പോലും അറിയാത്ത അവസ്ഥയായോ? ഭ്രാന്ത് പിടിക്കുന്ന എനിക്ക്. അല്ല, ടീക്കോ, ജൂയും ടീക്കോയും തമ്മിൽ എന്താ ബന്ധം? ബോസ് എന്താടോ? ബോസ് ഓക്കെ അല്ലേ? യാ, ഐ ആം ഫൈൻ. ജൂയുടെ കറന്റ് ലൊക്കേഷൻ നോക്കാൻ പറഞ്ഞിരുന്നില്ലേ? എന്താ അപ്ഡേറ്റ്? അതിവിടെ അടുത്തുള്ള ഓറഞ്ച് ഷോപ്പിംഗ് മോളിലാണ് കാണിക്കുന്നത്. ഈ വർക്കെല്ലാം ഇട്ടിട്ട് അവനോട് എന്ത് ചെയ്യാ? ബോസ് ഒരു ചായ എടുക്കട്ടെ, ഉഷാറാകാൻ നല്ലതാണ്. പോടാ. അത് കൊള്ളാം, കാര്യം കഴിഞ്ഞപ്പോ നമ്മൾ വെറും കരിയേപ്പില്ല. നീ അവിടെ എന്ത് ചെയ്യാ ജൂയി? ഹായ് ടീക്കോ, ഫൈനലി ഐ കേം. ഓ, നിങ്ങള് തമ്മിൽ ഒട്ടാനാണല്ലേ ഞങ്ങള് ഷോപ്പിംഗ് ആണെന്നും പറഞ്ഞ് വിളിച്ചു വരുത്തിയത്? എടാ, വേറെ വഴിയില്ലാത്തോണ്ടാ. നിങ്ങളുണ്ടെങ്കിലേ പുറത്തിറങ്ങാൻ പറ്റൂ, അതുകൊണ്ടല്ലേ. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുമോനെ, എന്തെങ്കിലും കോപ്പ് കാണിക്കും. ക്യൂട്ട് ഷർട്ടാണല്ലോ. ആക്ച്വലി ടുഡേ യു ലുക്ക് എക്സ്ട്രാ ക്യൂട്ട് ബേബി. പക്ഷെ ആ ഷർട്ടിന് 2 വർഷത്തെ പഴക്കമുണ്ട്. നിനക്ക് എന്തിന്റെ കേടാടാ? ഞാൻ സത്യം പറഞ്ഞതാണ്. സത്യം പറയാൻ നിന്നെ ഇവിടെ ആരും അപ്പോയിന്റ് ചെയ്തിട്ടില്ല. ഷർട്ട് പഴയതാണെങ്കിലും ഓണർ ക്യൂട്ടാണല്ലോ, അത് മതി. ദൈവമേ, എന്തിനു നീ എന്നെ ഇതിനൊക്കെ ദൃക്സാക്ഷിയാക്കുന്നു? എനിവേ, നമുക്ക് ഷോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? 1 മിനിറ്റ് വെയിറ്റ് ചെയ്യ്, റിച്ചാർഡ് കൂടെ വരട്ടെ. അയ്യോ, റിച്ചാർഡ് വരുന്നുണ്ടോ? അതെന്താ അങ്ങനെ ഒരു റിയാക്ഷൻ? എന്ത് റിയാക്ഷൻ? ഒന്നുമില്ല. അല്ല, ഒറ്റയ്ക്കാണല്ലോ അല്ലേ? ഓ, ഇപ്പൊ മനസ്സിലായി. നിങ്ങൾ തമ്മിലുള്ള ഡിങ്കോൾഫി ഏജൊക്കെ അറിയില്ല അല്ലേ? അതിനെ അറിയിക്കാത്തത് വേറൊന്നും കൊണ്ടല്ല, തിരക്കായി പോയി, അതുകൊണ്ട് വിട്ടുപോയി. അല്ലാതെ ഒന്നുമില്ല. അല്ലാതെ പേടിച്ചിട്ടല്ല. അയ്യടാ, അങ്ങനെ പേടിച്ചിട്ടൊന്നും അല്ല, ചെറിയൊരു ഭയം, അത്രേ ഉള്ളൂ. അല്ലേ? സോറി ഗായ്സ്, ഞാൻ ലേറ്റ് ആയി പോയി. ഓ, ജൂയി ഉണ്ടായിരുന്നോ? റിച്ചാർഡ്, 1 മിനിറ്റ്. ജൂയി ഉള്ളത് കൊണ്ട് നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിനക്ക് എന്നോട് തുറന്നു പറയാം. ഹേയ്, എനിക്കെന്ത് പ്രോബ്ലം? നിങ്ങൾ കപ്പിളായി വന്ന് ഡേറ്റ് ചെയ്യുന്നതിന് എനിക്കെന്ത് ഇഷ്യൂ തോന്നാന്? നീ ഇതുവരെ അത് വിട്ടില്ലേ? സീരിയസ്ലി നീ ഓക്കെ അല്ലേ? എന്നോട് ദേഷ്യമൊന്നും ഇല്ലല്ലോ? ഇല്ലടാ, ഇത്ര സില്ലിയായ കാര്യത്തിന് നീ വീണ്ടും വീണ്ടും സോറി പറഞ്ഞ് നടക്കേണ്ട കാര്യമില്ല ടീക്കോ. ഇത് നിന്റെ ലൈഫാണ്, ഇവിടെ നിന്റെ ചോയ്സിനാണ് ഇമ്പോർട്ടൻസ്. നീ ഹാപ്പി ആണെങ്കിൽ എനിക്കത് മതി. എന്താ അവിടെ കോൺഫിഡൻഷ്യൽ മീറ്റിംഗ് ആണോ? പോടാ. ഓക്കെ, ആദ്യം നമുക്ക് എന്തെങ്കിലും കഴിക്കാം. ഫുഡ് കോർട്ടിലോട്ട് പോയാലോ? അങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ പറ. അല്ല, ബില്ല് നിങ്ങളുടെ ഡേറ്റ് സ്പോൺസർ ചെയ്യുന്നതല്ലേ? അല്ലാതെ നീ എന്നെ ഇതുവരെ ഒരു ബില്ല് കൊടുത്തിട്ടുള്ളത്? റിച്ച് ബോയ് ഫ്രണ്ട് ഉള്ള അഹങ്കാരം കാണിച്ചാലുണ്ടല്ലോ, മേളിൽ കിടന്ന് താഴെ ഇടിഞ്ഞ്. ഞാൻ പഴയതുപോലല്ല, അവനിപ്പോ ഒരു മാഫിയ ബോയ് ഫ്രണ്ട് ഉണ്ട് പ്രൊട്ടക്ട് ചെയ്യാൻ. എന്ന് വെച്ച് മുകളിൽ നിങ്ങൾക്ക് ഇങ്ങനെ താഴെ വീഴാൻ പോകുന്ന ഇവനെ ചാടി പിടിക്കാൻ ഇയാളാരുണ്ട്? ഇങ്ങനെ പോയാ ഇവനെ ഞാൻ വല്ലതും ചെയ്യും. എക്സ്ക്യൂസ് മീ. യെസ് യുവർ ഓണർ. നിങ്ങൾക്ക് എന്താ കഴിക്കാൻ വേണ്ടത്? കനത്തിൽ എന്തെങ്കിലും എടുത്തു. കല്ല് മതിയോ? അത്ര കനം വേണ്ട. ഓ ജോയി, 4 ബർഗർ പറഞ്ഞാൽ മതി. അയ്യേ, ബർഗർ തിന്നാനാണ് ഇത്ര ബിൽഡപ്പ് ഇട്ടത്? പിന്നെ ഈവനിങ് ചായ കുടിക്കുന്ന ടൈമിൽ നിനക്ക് ഒട്ടാത്ത പുഴുങ്ങിയത് വേണമെന്ന് പറഞ്ഞാൽ പുഴുങ്ങി തരുവോളാ വെള്ളക്കൂറെ. വെറുതെ എന്നോട് മുട്ടാൻ നിൽക്കണ്ട. നിന്നാൽ അങ്ങനെ ഏജയുടെ പേര് പറഞ്ഞ് പേടിപ്പിക്കാൻ നോക്കണ്ട. അങ്ങനെ പേടിക്കുന്നവനല്ല ഈ ലിയ. നിനക്കൊന്ന് ശരിക്കും സൂചിപ്പിക്കായിരുന്നില്ലടാ തെണ്ടി. ഞാൻ ഉറക്കെ കരഞ്ഞായിരുന്നു, നീ ശ്രദ്ധിക്കാഞ്ഞിട്ടല്ലേ? ഗായ്സ്, ബർഗർ റെഡി. ഏജ്, അത് പിന്നെ ഐ ക്യാൻ എക്സ്പ്ലെയിൻ. എന്ത്? എല്ലാം. നമ്മളിപ്പോ ഈ സീനില് വേണം? ഓടിച്ചിട്ട് വെടിപൊട്ടിക്കുന്ന ടീമാണ്, വെറുതെ ഇരി. അല്ല, റിച്ചാർഡ് എന്തിയെ? ഓ, ഒന്നും അറിയാതിരുന്ന് മുണുങ്ങാ തെണ്ടി. ഇപ്പൊ നിനക്ക് ഏകദേശ കാര്യങ്ങളൊക്കെ കത്തിയില്ലേ? ഇത് നിനക്ക് എന്നോട് നേരത്തെ പറയാറുന്നല്ലേ?
ഷേ ഏജ് എന്താടാ? ടേബിൾ ഫോർ ജ്യൂസ് ഓർഡർ റെഡി ആയിട്ടുണ്ട്. അയ്യോ, ഞാൻ കുടിക്കാൻ ജ്യൂസ് ഓർഡർ ചെയ്തിരുന്നു. ഓക്കെ, ഞങ്ങള് കളക്ട് ചെയ്തോളാം, നിങ്ങള് സംസാരിച്ചിരിക്കെ. ജൂയി, ഐ എം റിയലി സോറി. സോറിയോ? എന്തിന്? നീ വലിയൊരു മാപ്പ് അർഹിക്കുന്നുണ്ട്. എന്താടാ ഇതൊക്കെ? ഇപ്പൊ നമ്മളാണോ തേർഡ് വീല്? ഹേയ് വെയിറ്റ്, എന്റെ കണ്ണെന്താ പറഞ്ഞേ? അതൊന്നുമല്ല, കണ്ണിപ്പൊടി പോലെ. എല്ലാ FF-ലും ഇതേ സെയിം ഡയലോഗ് അടിക്കാൻ നിനക്ക് നാണല്ലേ കുഞ്ഞെ? അപ്പൊ ഇതേ സെയിം ഡയലോഗ് ചോദിക്കാതിരിക്കുക. നിങ്ങളുടെ ലവ് ട്രാക്ക് കഴിഞ്ഞെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഫുഡ് കഴിക്കണം എന്നൊരു ചെറിയ ആഗ്രഹമുണ്ട്. ഇവന്റെ വായിൽ ഓൾറെഡി ബർഗർ ഇല്ലേ, ഇനി എന്തോ തിന്നാന്? ഞെങ്ങിയിരുന്നല്ലേ അവൻ നിന്നെ കൂടെ എടുത്ത് വീഴുന്നു. കുറ്റം പറയുമ്പോ കുറച്ച് മാറിയിരുന്ന് പറയണ്ട തിണ്ടികൾ. സോറി. നിങ്ങൾ കഴിക്കുന്നില്ലേ? അയ്യോ ഉണ്ട്. ബർഗർ തണുത്താൽ ഞാൻ ഇമോഷണൽ ആകും. നീ ഫുഡിനെ മാത്രം സ്നേഹിക്കുന്ന ജീവിയാണല്ലേ? അറ്റ്ലീസ്റ്റ് ഞാൻ ലോയലാണ്. ഓക്കെ, ഫുഡിനെയൊക്കെ കഴിഞ്ഞില്ലേ? എന്തായാലും വന്നതല്ലേ, നമുക്ക് പുറത്തൊക്കെ ഒന്ന് കറങ്ങിയിട്ട് പോവാം. ഗായ്സ്, ഞാനില്ല, ഞാൻ ഇപ്പൊ തന്നെ ഇറങ്ങും. വീട്ടിൽ ഗസ്റ്റ് വരുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് നേരത്തെ പോകണം. അപ്പൊ ബൈ ഗൈസ്. ശരിടാ, സൂക്ഷിച്ചോ. അപ്പൊ നമുക്കങ്ങോട്ട് ഇയാൾ എന്നെയാണോ കിട്ടിയത് അത് അങ്ങേരെയാണോ കിട്ടിയത്? വന്നിട്ട് ഇത്ര നേരമായിട്ടൊന്നും മൈൻഡ് പോലും ചെയ്തില്ല. കാലമാടൻ. എന്ത് പറ്റിക്കുട്ടാ? കെട്ടിയ മൈൻഡ് ആക്കാത്തതിന്റെ വിഷമമാണോ മുഖത്ത് കാണുന്നത്? നീയും ജോയി എൻജോയ് ചെയ്യാനല്ലേ വന്നത്, എന്നിട്ടിപ്പോ അയാൾക്ക് അങ്ങനെ മതിയോ? ഇത് എന്നോടുള്ള കൺസേൺ ആണോ അതോ നീ അത് കോപ്പ വേണേലും വിചാരിക്കും? എന്റെ കർത്താവേ, ചെക്കൻ കൈവിട്ട് പോയി. അതെ ജോയി, ഒന്ന് വരാവോ? എന്താടാ ഉണ്ട? നിങ്ങൾ മര്യാദ എന്റെ കൂടെ നടക്ക്, അല്ല ചെക്കൻ വല്ല നിന്നെ വെള്ളത്തിൽ തള്ളിയിടും, ഉറപ്പാ. വെളിവില്ലാത്ത ചെക്കനാ. അങ്ങോട്ട് നോക്ക്. ഓഹോ, ഓക്കെ ഓക്കെ. ഏജെ, എന്നാ ഞങ്ങളങ്ങോട്ട്. ഓ, ഇപ്പോഴെങ്കിലും ഒന്ന് പോവാൻ തോന്നിയല്ലോ. നിനക്ക് ഏത് ഫ്ലവേഴ്സ് ആണ് ഇഷ്ടം? എന്താ? നിനക്ക് ഏത് ഫ്ലവേഴ്സ് ആണ് ഫേവറേറ്റ് എന്ന്? അത് വൈറ്റ് റോസസ്. എന്തേ? ദൈവമേ, പൂതൊന്ന് പ്രപ്പോസ് ചെയ്യാൻ പോകണോ? എന്നാ ഇതിരിക്കട്ടെ. റിച്ചാർഡ്, ആർ യു ലൈക്ക് ദി വൈറ്റ് റോസസ്? നീ വൈറ്റ് റോസസിനെ പോലെയാണോന്ന്? ആക്ച്വലി യു നോ വാട്ട്, വൈറ്റ് റോസസ് ക്യാരി ദ സൈലൻസ് ഓഫ് എ ലോയൽ ഹാർട്ട്. നീ എന്നെ നിന്റെ ജീവന്റെ പാതയെ സ്വീകരിച്ചു കഴിഞ്ഞു റിച്ചാർഡ്, അതോ വിധിയെ പഴിച്ച് നീ എല്ലാം ഇപ്പോൾ സഹിക്കുന്നതാണോ? എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ നിന്നെ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നുണ്ട്. എന്നും നിനക്ക് നല്ലൊരു ജീവിത പങ്കാളിയായിരിക്കാൻ ഞാൻ ശ്രമിക്കും. പഴയതുപോലല്ല, ഇപ്പൊ ജീവിതത്തിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തണമെന്ന് എനിക്കും തോന്നി തുടങ്ങി. ചെറിയ ഇണക്കങ്ങളും പിണക്കങ്ങളുമായൊരു കുടുംബജീവിതം ഞാനും ആഗ്രഹിക്കുന്നുണ്ടോ. ഇതാരോ തന്നെയാണ് ഈ സംസാരിക്കുന്നത്. നീ ഇപ്പൊ എന്താ ചിന്തിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. നീ വിചാരിക്കുന്ന പോലെ ഞാനത്ര ദുഷ്ടനൊന്നും അല്ല. കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ആഗ്രഹിക്കുന്ന, സ്നേഹിക്കാൻ അറിയാവുന്നൊരു കുഞ്ഞു ഹൃദയം എനിക്കുണ്ടോ. വർഷങ്ങൾക്ക് മുമ്പേ അമ്മയുടെ മരണത്തോടെ എന്റെ മനസ്സ് മരവിച്ചു പോയതാ. പക്ഷേ നീ വന്നതോടെ അതിന് വീണ്ടും ജീവൻ വെച്ചു. എന്താ പറയാ, ഇങ്ങനൊരു മൂമെന്റ് എന്റെ ലൈഫിൽ ഉണ്ടാവുന്ന പോലും ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല റിച്ചാർഡ്. നിനക്കിപ്പോ എന്താ തോന്നിയെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് മൊത്തത്തിൽ ഒന്ന് കുളിരുന്നുണ്ട്. സന്തോഷം കൊണ്ടാണോ അത് ആവേശം കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. നീ ഇപ്പൊ ഞെട്ടി പണ്ടാരടങ്ങി നിൽക്കുകയാണെന്ന് എനിക്കറിയാം. അതിന് കാരണം ഇത്ര നാളും ഞാൻ നിന്നോട് റൂഡായിട്ടാണ് പെരുമാറിയത്. വേണമെന്ന് വെച്ചിട്ട് തന്നെയാ, നിന്നെ കൈവിട്ട് പോകാതിരിക്കാൻ.
ആദ്യമേ ഞാൻ നിന്നോട് സ്നേഹത്തിൽ പെരുമാറിയിരുന്നേ നീ എപ്പോഴും എന്നെ റിജക്ട് ചെയ്തേനെ. നീ ഇപ്പൊ നിന്റെ വീട്ടിൽ ഇരുന്നേനെ. ആക്ച്വലി റിവെഞ്ചിന് വേണ്ടിയാണെന്ന് ഓരോ തവണയും ഞാൻ പരാമർശിക്കുമ്പോഴും അത് സത്യമല്ലെന്ന് നിനക്കോ എനിക്ക് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും അറിയാം. അതുകൊണ്ട് അതിനൊരു എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല. നിനക്ക് വേണ്ടി ആ പഴയ ആലോ ജാസ്പർ ആകാൻ എനിക്ക് സമ്മതമാണ്. എന്തൊക്കെയാ പറഞ്ഞതിനെ ഞാൻ ബോറടിപ്പിച്ചല്ലേ. ഇതുകൊണ്ടാണ് ഞാൻ നിന്നോട് സ്വീറ്റായിട്ട് സംസാരിക്കാത്തത്. ഹായ് തോന്നുന്നത് പറഞ്ഞു. ഒരു ഐസ്ക്രീം ആയാലോ? ഐസ്ക്രീം ആയാലോന്ന്? ഓ ഞാനോ ഞാൻ സ്വപ്നം കാണുവാണോ? ഇത് സത്യത്തിൽ എന്റെ കെട്ടിയോൻ ആലോ ജാസ്പർ തന്നെയാണോ? ഇയാൾക്ക് മനുഷ്യന്മാരെ പോലൊക്കെ സംസാരിക്കാൻ അറിയുമോ? എന്നാ നിനക്ക് ചോക്ലേറ്റ് ഫ്ലേവർ അല്ല ഇഷ്ടം, എനിക്കറിയാം. അതെങ്ങനെ? ഞാൻ IG-യില് കണ്ടിരുന്നു. താൻ എന്റെ ഇൻസ്റ്റഗ്രാം കയറി നോക്കാറുണ്ടോ? അത് തെറ്റാണോ? അല്ലേലെ മൊത്തത്തിൽ ഞാനിപ്പോ വണ്ടടിച്ചാ നിക്കണേ. എനിക്കിതൊക്കെ ഒന്ന് ഡൈജസ്റ്റ് ആകാനുള്ള സമയമെങ്കിലും താ. അതിനാരാ തരില്ലെന്ന് പറഞ്ഞ് ഒലിക്കുന്നു. എന്ത്? കയ്യിലോട്ട് നോക്ക്. ഓ കർത്താവേ, ഇന്ന് ഞെട്ടിക്കൽ ഡേ ആണോ? എന്താ? ഒന്നുമില്ല, എന്നത്തോടെ ഞാൻ ഐസ്ക്രീം കഴിപ്പ് നിർത്തിയെന്ന് പറഞ്ഞതാ. ഓ അങ്ങനെ, നല്ല തീരുമാനം. അല്ലെങ്കിലും ഐസ്ക്രീം കൂടുതൽ കഴിക്കുന്നത് നല്ലതല്ല. ഇയാൾ അഞ്ഞിനോ അമ്പിയോ? മിനിറ്റിനാണല്ലോ ആറ്റിറ്റ്യൂഡ് മാറുന്നത്. അല്ല, ഈ ഫ്ലവേഴ്സിനെ പറ്റിയൊക്കെ എങ്ങനെ അറിയാം? എല്ലാം നാം അറിയുന്നു. തൂണിലും തുരുമ്പിലും വരെ. ഓ തുടങ്ങി. ഒരാളൊരു മാസ്റ്ററില് കളിക്കാൻ വരുമ്പോ ബീജ് വിട്ട് സപ്പോർട്ട് ആക്കണം, അല്ലാതെ ഇങ്ങനെ പുച്ഛിക്കല്ലേ. ഒന്ന് പോടോ ഹേ. എന്തായിരുന്നു ഏജ്? കാര്യമായിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നല്ലോ. ആക്ച്വലി എനിക്കൊന്നും കത്തിയില്ല. ആള് കുറച്ച് ഇമോഷണൽ ആയിട്ട് എനിക്ക് തോന്നി. എന്തോ കുറ്റബോധം ഉള്ള പോലെ. ഏജയ്ക്ക് ഇമോഷൻസ് ഒക്കെ ഉണ്ടോ? നിങ്ങൾ കാണുന്ന പോലെ അവൻ അത്ര ദുഷ്ടനൊന്നുമല്ല. അവന്റെ ട്രൂ സെൽഫ് കാണിക്കാതിരിക്കാൻ അവൻ എല്ലാരോടും റൂഡായി പെരുമാറുന്നത് കേട്ടിട്ടില്ലേ? എതിരെ നിൽക്കുന്ന ആളുടെ ഉള്ളെന്നറിഞ്ഞ എല്ലാരും പാവങ്ങളാടും. ഓവ് ആക്ച്വലി അവൻ ക്യൂട്ടല്ലേ? എന്ത് നോക്കി നിൽക്കുക? ഇരട്ടി തുടങ്ങി പോകാം. സാക്ഷാൽ ഭൈരവന്റെ നോട്ടം അങ്ങാർക്ക്. എതിരെ നിൽക്കുന്നവർ ഒന്ന് പേടിക്കും. എനിക്ക് കൂട്ടയാണത്ര ക്യൂട്ട്. ഒലക്ക തെറ്റന്റെ ഭാഗ. അപ്പുറത്തെ സൈഡിലാ വണ്ടി ഇട്ടേക്കുന്നത്. വാ. അല്ല, ഞാൻ നടന്നോളാം. ഹ, നീ ഇങ്ങോട്ട് വാചക. ഇവര് സെറ്റായോ? രണ്ടുപേരുടെ ഇടയിലും എന്തൊക്കെയോ മാറ്റം വന്നിട്ടുണ്ട്. മാറ്റങ്ങൾ അനിവാര്യമാണല്ലോ. നീ ആരുടെ കാര്യം ഉദ്ദേശിച്ചേ? ഒബ്വിയസ്ലി ഏജ്. ഞാൻ റിച്ചാർഡിന്റെ കാര്യം ചിന്തിച്ചേ. അവൻ ഒരുപാട് മാറിപ്പോയി. ജോയി, ഞാൻ റിച്ചാർഡിനെ വീട്ടിലാക്കിയിട്ട് വരാം. നീ ഇവനെ വീട്ടിലാക്കിയിട്ട് നമുക്ക് ഒരുമിച്ച് പോവാം. ഓഫീസിലോട്ടാണോ? അല്ല പിന്നെ. എന്താണ് മാൻ ഇന്ന് ആകപ്പാടെ ഒരു ചേഞ്ച്? നീ വളരെ സന്തോഷത്തിലാണെന്ന് തോന്നുന്നു. അതോ നിന്റെ തല എവിടെങ്കിലും ഇടിച്ചോ? ഒന്ന് ചുമ്മാ ഇരിയടാ ജോയിക്കുട്ടാ. എന്റെ അമ്മേ, ഇത് സീരിയസ് ഇഷ്യൂ ആണല്ലോടാ. ആംബുലൻസ് വിളിക്കട്ടെ? പോടാ. ആ ഇപ്പൊ കറക്റ്റായി. ജോയി, ഞാനിന്ന് റിച്ചാർഡിനോട് എന്റെ മനസ്സിലുള്ളതെല്ലാം പറഞ്ഞു. നീ പ്രപ്പോസ് ചെയ്തോ? ഹേയ്, ഒരു പ്രോപ്പർ പ്രപ്പോസൽ ആയിട്ടൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ എനിക്ക് അവന് ഇഷ്ടമാണെന്നും ഞാൻ കാണിച്ച വെറുപ്പെല്ലാം കള്ളാണെന്നും അവന് മനസ്സിലായിട്ടുണ്ടാകണം. എനിക്കെന്തോ വല്ലാത്തൊരു ഫീല്. അവന്റെ മറുപടിയോ? എന്ത്? എടാ അവന്റെ റിപ്ലൈ? അത് ഞാൻ ചോദിച്ചില്ല. ബെസ്റ്റ്. നീ എവിടുത്തെ കാമുകനാടാ?
അവന്റെ മറുപടി അറിഞ്ഞാലല്ലേ അത് പൂർത്തിയാക്കൂ. ഒന്ന് പോടാ. അവനെന്നെ ഇഷ്ടാ, അതെനിക്കറിയാം. അവന്റെ പെരുമാറ്റത്തിൽ നിന്ന് എനിക്കത് മനസ്സിലാകുന്നുണ്ട്. ഒന്ന് പതിയെ അടിക്ക്. രണ്ടുപേരും പൂർണ്ണമായിട്ടൊരു തുറന്ന പരച്ചിലൂടെ ഒരു പുതിയ ദാമ്പത്യ ജീവിതം സന്തോഷത്തോടെ തുടങ്ങാൻ നോക്ക്, വെറുതെ സമയം കളയാതെ. ഹലോ, അതിനെപ്പോ ദാമ്പത്യ ജീവിതത്തിന് എന്താ കുഴപ്പം? ഇപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പിയാ. എന്റെ ലൈഫ് മൊത്തം എനിക്കിങ്ങനെ ചിരിച്ചോണ്ടിരിക്കണം. ഇങ്ങനെ ചിരിച്ച ആൾക്കാര് പ്രാന്താണെന്ന് പറയും. പ്രാന്താടാ? യെസ്, ഐ ആം മാഡ്. Madly, badly, deadly love with my husband. Sir, is anything necessary? Hey, no need. ഈ നാടകത്തിന് കർട്ടൻ ഇടാൻ ടൈം എടുക്കും. താമ്പൊക്കോ. ഏജ് ഒന്നും മതിയാക്കടാ, നീ ഇപ്പൊ തന്നെ ഓവറാണ്. ഇങ്ങനായാ ശരിയാകൂല കേട്ടോ. നീ എന്താടാ അങ്ങനെ പറഞ്ഞേ? എടാ, പ്രേമിക്കുന്നതൊക്കെ ഓക്കെ എന്നും പറഞ്ഞ നീ ഇങ്ങനായാ ശരിയാകൂല. ഇപ്പൊ തന്നെ ബിസിനസ് കാര്യത്തിൽ നീ പുറകോട്ടാവുന്നുണ്ടോന്നൊരു സംശയം. ഒന്ന് പോടാ ചെറുക്ക. ഈ ബിസിനസ് ഒക്കെ എന്നുണ്ടായതാ? വെടിവെച്ച് എന്റെ കൈയൊക്കെ തേഞ്ഞു പുല്ല്. ഏജെ, നീ ഇത് കള്ളമ്പുറത്ത് പറയുന്നതല്ലല്ലോ? എടാ പൊട്ടൻക്ണാപ്പ, 2 പെഗ് അടിച്ച് ഓഫ് ആകുന്നവനല്ല ഈ ആർലോ ജാസ്പർ. നിനക്ക് പ്രേമത്തെ കുറിച്ച് എന്തറിയാം? നിനക്കറിയോ എന്റെ റിച്ചാർഡിനെ കാണാൻ എന്ത് ഭംഗിയാണെന്ന്? തങ്കക്കൂടെ ആടാ അവൻ. മടി വെച്ച് ലാളിക്കാൻ തോന്നും. ദേഷ്യം വരുമ്പോ ആ 2 ഉണ്ട കണപ്പുറത്തേക്ക് ചാടും. മണ്ണ് പോലത്തെ അവന്റെ കവിള് കാണുമ്പോ ഒരു കടി വെച്ച് കൊടുക്കാൻ തോന്നും. എന്ത് രസാണെന്നറിയോ അവനിങ്ങനെ കണ്ടോണ്ടിരിക്കാൻ. ഉണർന്നിരിക്കുമ്പോ പറ്റാത്തോണ്ട് അവൻ പോലും അറിയാതെ അവൻ ഉറങ്ങുമ്പോ ഞാൻ അവനെ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടിരിക്കും. ഇവൻ കൈവിട്ട് പോയി. എടാ മതി, നീ ഇപ്പൊ തന്നെ ഫുൾ ഔട്ട് ഓഫ് മൈൻഡ് ആണ്. ഓടാ, ഇതെന്റെ മിനിമം റേഞ്ച് ആണ്. ആൻഡ് യു നോ വാട്ട്, റിച്ചാർഡ്, യു ആർ മൈ ലവ് ഓഫ് മൈ ലൈഫ്, ലവ് ഓഫ് മൈ വേൾഡ്. ഇതിനെ ഇനി എങ്ങനെ വീട്ടിൽ എത്തിക്കും ഈശ്വര? ലവ് ഓഫ് മൈ ഹാർട്ട്. ആ മതി മതി, ഇങ്ങോട്ട് വാ. ലവ് ഓഫ് മൈ. വാ തുറന്ന ഇനി കണ്ണിക്കുത്തിഞ്ഞ്. നിന്നെ എനിക്ക് തീരെ പിടിക്കുന്നില്ല. ഓ ആയിക്കോട്ടെ തമ്പ്ര, അങ്ങോട്ട് നടാ. ഹേയ്, അത് ഏജയല്ലേ? അവരെന്താ ഭ്രാന്തായോ? അറിയില്ല സാർ, ഏജ സാറിനെ ആദ്യമായിട്ടാ ഇങ്ങനെ കാണുന്നത്. സാധാരണ ഇത്രയൊന്നും കുടിക്കാറില്ല. ഇന്ന് എന്ത് പറ്റിയാവോ? അപ്പൊ പണിയേറ്റ് തുടങ്ങി. തത്തമ്മ പെണ്ണെന്നെ കടിച്ചാൽ ഞാൻ തിരിച്ചും കടിക്കും. എടാ അടങ്ങിയിരടാ, താണ്ട് ഒച്ച കേട്ടിട്ട് ആ ട്രാഫിക് പോലീസുകാരനൊക്കെ നോക്കുന്നു. നീ നിന്റെ വില കളയുവോ? പോടാ, ഞാൻ ഇനിയും പാടും. നീ വാതർന്ന നിന്നെ ഞാൻ കാറിനെടുത്തെറിയും. ജോയി. എടാ ജോയി, എന്താടാ നീ ഹാപ്പി അല്ലേടാ? അല്ല. അതെന്താ നീ ഹാപ്പി അല്ലാത്ത? ഞാൻ കൂടുതൽ സന്തോഷിക്കാറില്ല. കാരണം കൂടുതൽ സന്തോഷിച്ച അതിലേറെ പിന്നീട് ദുഃഖിക്കേണ്ടി വരുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അയ്യേ, അന്ധവിശ്വാസം. അന്ധവിശ്വാസമാണോ അല്ലയോ എന്നൊന്നും എനിക്ക് അറിയാൻ പാടില്ല. പക്ഷെ ഒരുപാട് ചിരിച്ച പിന്നെ ഒരുപാട് കരയെന്ന് കേട്ടിട്ടില്ലേ? മാങ്ങാ തൊലി. നിന്നോട് ചോദിച്ച എന്നെ പറഞ്ഞാ മതിയല്ലോ. നീ ഫുള്ള് നെഗറ്റീവാ. ഏജ്, നാളെ രാവിലെ എഴുന്നേക്കുമ്പോ നിനക്ക് ഇതൊന്നും ഓർമ്മ ഉണ്ടാവില്ല. അഥവാ നാളെ ഇതൊക്കെ ഓർമ്മ വന്ന നീ തന്നെ ഇതൊക്കെ ഓർത്ത് റിഗ്രറ്റ് അടിക്കേണ്ടി വരും. അതുകൊണ്ട് വാ വെച്ച് മിണ്ടാതിരി. ഓ, നിങ്ങളെന്താ താമസിച്ചേ? അത് പിന്നെ ഈ സാധനത്തിനെ കൊണ്ടുവരണ്ടേ? ഇതെന്തു പറ്റി? അയ്യോ പേടിക്കണ്ട, ചത്തിട്ടില്ല, അടിച്ച് ഓഫായതാ. ഇപ്പൊ അടിക്കാനും മാത്രം എന്താ ഉണ്ടായത്? ആക്ച്വലി ഇവൻ ഒരുപാട് സന്തോഷം വന്നാലോ ഒരുപാട് സങ്കടം വന്നാലോ ആണ് കുടിക്കാറ്. പക്ഷെ ഇന്ന് കുറച്ച് കൂടുതൽ കുടിച്ചു, അതാ ബോധമില്ലാതെ. അതിപ്പോ അടിച്ചില്ലേലും ഇല്ലല്ലോ. എന്താ? ഒന്നുമില്ല, കൊണ്ടുപോയി കിടത്ത്. അല്ല എല്ലാരും എന്തിയെ? സമയം നോക്ക്, എല്ലാരും കിടന്നു. ഓ, നാളെ രാവിലെ എഴുന്നേക്കുമ്പോ നല്ല തലവേദന കാണും. അപ്പോ സൂപ്പ് എല്ലാം കൊടുത്തേക്കാണേ. ഞാൻ നോക്കിക്കോളാം. ജോയി പൊക്കോ. എന്നാ ശരി.
കിടക്കണ കിടപ്പ് കണ്ടില്ലേ? സത്യത്തിൽ തനിക്ക് ഇന്ന് എന്താണോ പറ്റി? Richard, are you like the wild roses? Actually, you know what? Wild roses carry the silence of a loyal heart. ആരല്ലോ നിന്റെ മനസ്സിലുള്ളത് എന്നോട് തുറന്നു പറയാൻ വേണ്ടിയാ ഞാൻ ഇത്ര നാളും കാത്തിരുന്നത്. എന്തിനാണെന്നറിയോ? നീ പറയുന്ന ഓരോ വാക്കും കേട്ടതിന് ശേഷം നിന്നെ റിജക്റ്റ് ചെയ്യാൻ. പക്ഷേ ഇന്ന് നിന്റെ വാക്കുകളുടെ മുന്നിൽ ഞാൻ വീണുപോയി. തിരിച്ചൊരു വാക്കുപോലും പറയാൻ എനിക്ക് സാധിച്ചില്ല. എന്റെ മാറ്റങ്ങൾ എനിക്ക് തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. കാര്യം ഇപ്പോഴും എനിക്ക് നിന്നോട് ദേഷ്യമുണ്ട്. പക്ഷേ അതൊരിക്കലും പഴയതുപോലല്ല. നീ എന്റെ ജീവിതത്തിലേക്ക് ഫോഴ്സ് ചെയ്തു വന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നിന്നെ വെറുക്കാൻ തീരുമാനിച്ചത്. പക്ഷേ ഇപ്പോൾ എനിക്ക് അതിന് സാധിക്കുന്നില്ല. ഐ തിങ്ക് ഞാൻ നിന്നെ സ്നേഹിച്ചു തുടങ്ങിയെന്ന് തോന്നുന്നു. ഞാൻ എന്താ തീരുമാനിച്ചത്? ഇപ്പൊ എന്താ നടക്കുന്നത്? എന്റെ മനസ്സ് എന്താണ് പറയുന്നതെന്ന് എനിക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ അത് അക്സെപ്റ്റ് ചെയ്യാൻ എന്റെ ഈഗോ അനുവദിക്കുന്നില്ല. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഗുഡ് നൈറ്റ് ഏജെ. അമ്മേ, തലവെട്ടി പൊളിയാണ്. രാവിലെ തന്നെ നേരെ വിളിക്കുവാണല്ലോ ഈശ്വര. അവനെവിടെ? തലവേദന ഉണ്ടാകും. ഈ സൂപ്പ് കുടിക്കും. ഞാൻ കോളേജിൽ പോകുക. ടേക്ക് കെയർ. ഇന്നെന്താണ് ഇത്ര വൈകി എണ്ണീറ്റത്? സൂര്യൻ ഉച്ചയിലെത്താറായല്ലോ. അത് ഇന്നലെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് വന്നത്. അല്ലാതെ അടിച്ച് ബോധമില്ലാതെ വന്നതല്ല. ഞാനെല്ലാം കണ്ടിരുന്നു. നിന്റെ കെട്ടിയൻ രാവിലെ തന്നെ പോയി. നീ ഓഫീസിലൊന്നും പോകുന്നില്ലേ? ഹേയ്, ഇന്ന് ഞാൻ പോകുന്നില്ല. ലീവ് എടുക്കാൻ തുടങ്ങിയോ? പതിവില്ലാത്ത കാര്യങ്ങളാണല്ലോ. എന്തോ ഇന്ന് ഓഫീസിൽ പോകാൻ തോന്നുന്നില്ല. മൊത്തത്തിൽ ഇന്ന് നിന്റെ വൈബിനൊരു മാറ്റം ഉണ്ടല്ലോ. ഗ്രാൻഡ്പാ, ഐ നീഡ് സം റെസ്റ്റ്. ശീലാക്കണ്ട. സത്യത്തിൽ ആളോ നിന്നെ പ്രപ്പോസ് ചെയ്തോ? അങ്ങനെ പ്രോപ്പർ പ്രപ്പോസൽ എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ അയാളുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ ഇന്നലെ എന്റെ അടുത്ത് തുറന്നു പറഞ്ഞു. സത്യം പറയാലോ, ഞാൻ ഞെട്ടി പണ്ടാരം അടങ്ങി. അയാളുടെ ഇങ്ങനൊരു വേർഷൻ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അല്ല, എന്നിട്ട് നീ എന്തു പറഞ്ഞു? ഞാനൊന്നും പറഞ്ഞില്ല. മോനെ, നീ എന്നെ ഒന്ന് നോക്കിക്കേ. എന്താണ്? സത്യം പറയ്, നീ എന്താ റിജക്ട് ചെയ്യാതിരുന്നത്? അതല്ലേ നിന്റെ പ്ലാൻ? അതിനാണല്ലോ നീ ഇത്ര നാൾ ഇതൊക്കെ കാട്ടിക്കൂട്ടിയത്. എടാ, അത് പിന്നെ ഞാൻ പറഞ്ഞില്ല. ഞാൻ ഞെട്ടിപ്പോയി. ആ സമയത്ത് എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ആർ യു ഫോളോയിങ് ഫോർ ഹിം? ഹേയ് പോടാ, അതൊന്നുമില്ല. മോനെ, ആക്ടിങ് മതി. ഞങ്ങൾക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. അത് തന്നെ, നമ്മളൊക്കെ മണ്ടന്മാരാണെന്ന വിചാരം. പോടാ, ചുമ്മാ രണ്ടും കൂടെ എഴുതാപ്പുറം വായിക്കരുത്. കണ്ണടച്ച് പാലുടിച്ച നമ്മളാരും അറിയില്ലെന്ന വിചാരം. ടീക്കോ, നീ ആദ്യം പെരുമാറിയതുപോലെ അല്ല ഇപ്പോൾ ആളിനോട് പെരുമാറുന്നത്. സമീപനത്തിനൊക്കെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. അത് ഫാക്ട്. പിന്നെ ഇതൊക്കെ നിന്റെ അഭിനയമാണെന്നാണ് പറയാൻ വരുന്നതെങ്കിൽ ഒരാൾ അഭിനയിക്കുന്നതാണോ അതോ റിയൽ ആണോ എന്ന് കണ്ടാൽ ഞങ്ങൾക്ക് മനസ്സിലാവും. ഒന്നുമില്ലേലും ഞാനും പ്രേമിക്കുന്നതല്ലേ. ഐ ക്യാൻ ഓൾസോ ഫീൽ ദാറ്റ്. നിങ്ങളൊക്കെ എന്താന്ന് വെച്ചാൽ ചിന്തിക്കും. എടാ, നീ ഇനി എത്രയൊക്കെ മറയ്ക്കാൻ നോക്കിയാലും സത്യം ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല. പിന്നെ എന്നെ സംബന്ധിച്ച് ആലോയേക്കാൾ ഈഗോ ഉള്ളത് നിനക്കാ. നീ അങ്ങനെ പെട്ടെന്നൊന്നും സമ്മതിച്ചു തരുമെന്ന് ഞങ്ങൾക്കറിയാം. 100% ഞാൻ യോജിക്കുന്നു. അതുകൊണ്ട് മോൻ ആവശ്യത്തിന് സമയമെടുത്തോ. ഓക്കെ, സമ്മതിച്ചു. പോരെ? അങ്ങനെ വഴിക്കുക. റിച്ചാർഡ്, ഈ അലവലാതി എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്?
ആർക്കറിയാം. ഒന്ന് വരുമോ? ഹാ, റിച്ചാർഡ് ഒന്ന് നിന്നേ. നീ എന്ത് ചെയ്യാൻ പോവാ? ഒരു സാധനം തരാൻ മറന്നുപോയി. ഇന്ന കീ ചെയിൻ. ഹാപ്പി ബർത്ത്ഡേ. അതിന് നിന്റെ ബർത്ത്ഡേ അല്ലല്ലോ. അതിനിവിടെ പ്രസക്തിയില്ല. ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ എന്റെ വീട്ടില് ഗസ്റ്റ് വരുമെന്ന്. എന്റെ അങ്കിള് ഓസ്ട്രേലിയയിൽ നിന്ന് വന്നതാ. കുറെ സാധനങ്ങൾ കൊണ്ടുവന്നു. ഇത് കണ്ടപ്പോ നിനക്ക് തരണമെന്ന് തോന്നി, അതാ. താങ്ക് യു. നല്ല ക്യൂട്ടായിട്ടുണ്ട്, എനിക്കിഷ്ടപ്പെട്ടു. അപ്പൊ എനിക്കൊന്നുമില്ലേ? നിനക്ക് ഞാൻ ചോക്ലേറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്, പോരെ? ഓ, മുട്ടായതാന്ന് ഒടുക്കാൻ നോക്കുക തെണ്ടി. ഞാൻ അങ്ങനെ ചെയ്യുവോ? നീ എന്റെ മുത്തല്ലേടാ. പൂവ്. റിച്ചാർഡ്, ഓ ചെല്ലു, അവൻ നിന്ന് ക്ഷീണിച്ചു കാണും. പാവ, ഞാൻ പറയുന്നതെല്ലാം വെള്ളം തൊടാതെ വിശ്വസിക്കും. സത്യത്തിൽ ഞാൻ കള്ളം പറഞ്ഞതാ. അതെന്റെ അങ്കിൾ കൊണ്ടുവന്നൊന്നുമല്ല. പിന്നെ എനിക്ക് ഏജ് തന്നെ അവന് കൊടുക്കാൻ. അതെന്തിനാ? അതൊന്നും എനിക്കറിയില്ല. തന്നിട്ട് പറഞ്ഞു ഭാവിയിൽ ആവശ്യം വരുമെന്ന്. അത് നേരിട്ട് കൊടുത്താ പോരെ? എന്തിനാ നിന്നെ ഏൽപ്പിച്ചേ? എനിക്കെങ്ങനെ അറിയാനാ? നിനക്ക് ചോദിക്കായിരുന്നില്ലേ? പിന്നെ ചോദിക്കാൻ പറ്റിയ മുതല. ഒന്ന് പോയേ. ഇനി ബോംബെങ്ങാനും ആണോ? അല്ല, ഏജ് ആയോണ്ടൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോ കൊടുക്കാൻ ചമ്മലായോണ്ട് എന്റെ കൈ തന്നയച്ചായിരിക്കും. സാധാരണ ഞാൻ വായിച്ച കഥകളിലെ മാഫിയന്മാർ ഇങ്ങനെ ക്യൂട്ട് ഐറ്റംസ് ഒന്നും ഗിഫ്റ്റ് ചെയ്യാറില്ല. അവരൊക്കെ കുറച്ച് ഡാർക്ക്. എനിക്ക് തോന്നുന്നു ഏജ് ക്യൂട്ട് ആണെന്ന്. തുടങ്ങി രണ്ടാമത്തെ പൊട്ടൻ. മാഫിയന്മാർക്ക് പൂക്കിയാവാൻ പറ്റുമോ? നീ പറയടാ. പൂക്കിയല്ല, പൂ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. എന്ത് തന്നെ ആണേലും ഏജ് റിച്ചാർഡിന് ദോഷം വരുന്നൊന്നും ചെയ്യില്ല. പിന്നെ എന്തിനാ നമ്മൾ വെറുതെ തലവുണ്ടാക്കുന്നത്? അത് പോയിന്റ്. റിച്ചാർഡ്, ഞങ്ങൾ കുറച്ചുപേര് ചേർന്നൊരു പാർട്ടി അറേഞ്ച് ചെയ്യുന്നുണ്ട്. വിരോധിയില്ലേ? റിച്ചാർഡ് വരുമോ? അത് എന്റെ കാര്യമൊന്നും മുൻകൂട്ടി പറയാൻ പറ്റൂല. എന്നാലും പറ്റുവാണെങ്കിൽ തീർച്ചയായും വരും. ഓക്കെ, അത് മതി. അല്ല, അവരെ വിളിക്കുന്നില്ലേ? അത് വേണ്ട. അല്ല, എനിക്ക് അവരുമായിട്ട് പരിചയമില്ലല്ലോ. പിന്നെങ്ങനെയാ? പോരാത്തതിന് അവർക്ക് എന്നെ അങ്ങോട്ട് ബോധിച്ചില്ലെന്ന് തോന്നുന്നു. അവര് കാണുന്ന ഗൗരവേ ഉള്ളൂ, പാവങ്ങളാ. എന്തായാലും റിച്ചാർഡ് മാത്രം വന്നാ മതി. ഓക്കെ, അങ്ങനെ ആയിക്കോട്ടെ. പറയടാ. എടാ തെണ്ടി, എന്താ നിന്റെ ഉദ്ദേശം? ഓഫീസിൽ നീ എന്തിനാ ലീവ് എടുത്തത്? ഇന്നൊരു മൂഡില്ലടാ. ഞാൻ നിന്റെ വായിന്ന് തന്നെയാണ് ഇത് കേട്ടത്. ഒരു ദിവസം വന്നില്ലെന്ന് വെച്ച് കമ്പനി ഇറങ്ങി ഓടാനൊന്നും പോകുന്നില്ല. ആയിക്കോട്ടെ, സ്ഥിരാക്കാതിരുന്നാ മതി. ഒരു ദിവസമല്ലേ, നിനക്ക് മാനേജ് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. പിന്നെ എന്നാ ശരി. ഷോ, ഈ കോളേജ് ഉച്ചവരെ ആക്കിയാ പോരായിരുന്നു. എന്തിനാ ഈ വൈകുന്നേരം വരെ ആക്കിയതാവോ? കോളേജിൽ ചെന്ന് കണ്ടാലോ? വേണ്ട. ഒന്നാമത് ഇന്നലത്തെ എന്റെ ബിഹേവിയർ കൊണ്ട് ചെക്കൻ ഓൾറെഡി ഞെട്ടിയിരിക്കുകയാണ്. ഇനി ഇതുകൂടെ ആയാൽ ശരിയാവൂല. വെയിറ്റ് ചെയ്യാ. വെൽക്കം മിസ്റ്റർ നോളൻ. മ്യൂസിയം കൂടുതൽ ഗ്രാൻഡ് ആയിട്ടുണ്ടല്ലോ. താങ്കളുടെ സപ്പോർട്ട് കിട്ടിയതിനു ശേഷം പല സെക്ഷൻസും അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് സാർ. എൽഡോറിയ മ്യൂസിയം ഓഫ് റോയൽ കളക്ഷൻസ് ബെൽജിയത്തിലുള്ള ഏറ്റവും വിലപിടിപ്പുള്ള ഹെറിറ്റേജ് മ്യൂസിയത്തിൽ ഒന്നാണ്. റിയലി? അതെ സർ. ഇവിടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള റോയൽ ഓർണമെന്റ്സ്, റെയർ ഡയമണ്ട് പീസസ്, ഇമ്പീരിയൽ ആർട്ടിഫാക്ട്സ്, ആന്റി കളക്ഷൻസ് എല്ലാം ഉണ്ട്. ചില കളക്ഷൻസിന്റെ ഇൻഷുറൻസ് വാല്യൂ പോലും കോടികൾ കിടക്കും. ഇൻട്രസ്റ്റിംഗ്. അതുകൊണ്ടാവണം ഇതിന് ഇത്ര റെപ്യൂട്ടേഷൻ ഉള്ളത്. എക്സാക്ട്ലി സർ. ഫോറിൻ കളക്ടേഴ്സും പ്രൈവറ്റ് ഹിസ്റ്റോറിയൻസും വരെ അപ്പോയിന്റ്മെന്റ് എടുത്താണ് ഇവിടെ വരാറ്. പക്ഷേ ഇന്ന് തിരക്ക് കുറവാണല്ലോ. സാധാരണ വീക്കെൻഡിലാണ് തിരക്ക് കൂടുതൽ. ഓ, ഓക്കെ. റോയൽ കളക്ഷൻ സെക്ഷനിലേക്ക് വൈകുന്നേരത്തോടെ ചില പ്രൈവറ്റ് വിസിറ്റേഴ്സ് വരുന്നുണ്ട്. അതുവരെയുള്ള ഈ ക്വയറ്റ്നെസ് ഒക്കെ. ഗുഡ്. സാർ, ഇങ്ങോട്ടേക്കാണ് സിറ്റിംഗ് റൂം. ഓക്കെ, താങ്ക് യു. എടാ, നിന്റെ ഉദ്ദേശം എന്താ? നീ എന്തൊക്കെയാ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അറ്റ്ലീസ്റ്റ് എന്നോടെങ്കിലും പറ. നീയൊന്ന് വെയിറ്റ് ചെയ്യ്. ഹായ് നിക്കോളാസ്. ഡാനിയൽ, വെൽക്കം. ഇത് ഏജയുടെ ബിസിനസ് പാർട്ട്ണർ അല്ലേ? അതെല്ലോ, ഏജയുടെ ബിസിനസ് പാർട്ട്ണറാണ്. ഇപ്പോൾ അവൻ നമ്മുടെ ഗെയിമിന്റെ പാർട്ട്ണറാണ് അല്ലേ? യാ. അത് പിന്നെ മാർട്ടിൻ, എനിക്ക് ഏജയോട് വ്യക്തിപരമായ ശത്രുതയൊന്നുമില്ല. പക്ഷേ അവൻ ഇരിക്കുന്ന പൊസിഷൻ, അതാരൊന്നും ആഗ്രഹിക്കാത്തത് അല്ലേ?
Cheers for new opportunities. അല്ല നിക്കോളസ്, ഇവിടെ വെച്ചെന്താ കാണാൻ പറഞ്ഞത്? ഞാൻ ഈ മ്യൂസിയത്തിന്റെ സ്പോൺസർഷിപ്പ് ഏറ്റെടുത്തു. ഓ ഗ്രേറ്റ്. അല്ല, എന്താ തന്റെ പ്ലാൻ? നമ്മളിപ്പോ ചെയ്യേണ്ടത് ഓരോരുത്തരായിട്ട് സ്കെച്ച് എടുക്കുക. എങ്കിൽ മാത്രമേ അവന്റെ മൈൻഡ് ഡൈവേർട്ട് ചെയ്യാൻ പറ്റൂ. അവന്റെ ശ്രദ്ധ മാറിയെങ്കിൽ മാത്രമേ നമുക്ക് അവനും അവന്റെ ബിസിനസിനും ഇട്ട് പണിയാൻ പറ്റൂ. ഡാനിയൽ ചെസ് കളിച്ചിട്ടില്ലേ? ചെസ് ബോർഡിൽ നേരെ രാജാവിനെ ആക്രമിക്കാറില്ല. അതിനു പകരം ചുറ്റുമുള്ള കരുക്കളെ ഒന്നൊന്നായി വീഴ്ത്തും. ഇപ്പൊ നമ്മളും അത് തന്നെയാ ചെയ്യാൻ പോകുന്നത്. കേറിയോ? ഇയാളാരാ? ഇവിടുത്തെ സ്റ്റാഫാണ്. ഇതിൽ ഇയാൾക്കെന്താ ഇൻവോൾവ്മെന്റ്? നമ്മുടെ കളിയിലെ ഒരു ചെറിയ പീസ്. ഞാൻ പറഞ്ഞ കാര്യം ആരും അറിയാതെ ചെയ്യാൻ തന്നെ കൊണ്ട് പറ്റുമോ? മാനേജർ പോലും അറിയാതെ ഞാനത് ചെയ്തോളാം. ഗുഡ്. അപ്പൊ വീണ്ടും ചിയേഴ്സ്. ഇതെന്താ, ഡയറിയാണോ? വായിക്കണോ? അതിനിപ്പോ എന്താ? ഏജയോട് ഇഷ്ടമുള്ളതുപോലെ പെരുമാറുക. അവൻ ശരിക്കും എന്നെ ഇഷ്ടമാണെന്ന് പറയുന്ന ആ ദിവസം അവനെ ഞാൻ റിജക്ട് ചെയ്യും. ഏജ കരയുന്നത് എനിക്ക് കാണണം. അവന്റെ ഫീലിങ്സ് ഉപയോഗിച്ച് അവനെ തോൽപ്പിക്കണം. ദി ഗ്രേറ്റ് ആലോ ജാസ്പർ, I want to watch your heart shatter beyond repair. Even kings can be broken. നീ എന്താ മോനെ ഇത്ര വൈകിയത്? അത് പിന്നെ ഗ്രാൻഡ്പാ, സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഫ്രണ്ട്സിന്റെ കൂടെ കുറച്ചേരം സംസാരിച്ചു നിന്നു. സമയം പോയത് അറിഞ്ഞില്ല. വേഗം ചെല്ല്. ഇന്നൊരാള് ലീവ് എടുത്ത് റൂമിൽ കുത്തിയിരിപ്പാണ്. എപ്പോ നീ വരുമെന്നും നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമായിരുന്നു. ആര്? ആർലോയോ? അതെ, നിന്റെ കെട്ടിയോൻ തന്നെ. പോയി നോക്ക്. ഞാൻ Even kings can be broken, right? ആർലോ, എന്താ ഇത്? അത് ഞാൻ നേരത്തെ... ഇത് നീ എഴുതിയതാണോ? ഏജ് ആണോ അല്ലയോ? ആണ്. അപ്പോ നീ എന്നോട് കാണിച്ച സ്നേഹമല്ല ഫേക്ക് ആയിരുന്നു അല്ലേ? നിനക്ക് എന്നോട് ഇത്ര വെറുപ്പാണോ റിച്ച? ആർലോ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇനി നീ എന്ത് പറയാനാ? ഈ എഴുതിയേക്കുന്നത് നിന്റെ വായിന്ന് കൂടെ അറിയാനോ? അങ്ങനല്ല. ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ് റിച്ച. ശരിയാ, ഞാൻ നിന്നെ ദ്രോഹിച്ചിട്ടുണ്ട്. നിന്റെ സമ്മതം ഇല്ലാതെ നിന്നെ കല്യാണവും കഴിച്ചു. അതിന് നീ അത് നോർമലൈസ് ചെയ്യാതെ. I know it was my fault and I accept that. നിന്നെ ഞാൻ വേദനിപ്പിക്കാൻ പാടില്ലായിരുന്നു. Yes, I did it because എന്റെ ഈഗോ ട്രിഗർ ആയതുകൊണ്ടാ. പക്ഷെ നിന്നെ ഞാൻ കല്യാണം കഴിച്ചത് എനിക്ക് നിന്നെ ഇഷ്ടമായതുകൊണ്ടാ. ആദ്യം നിന്നെ കണ്ടപ്പോഴേ എനിക്ക് എന്തോ ഒരു അറ്റാച്ച്മെന്റ് തോന്നി. എന്റെ ഈഗോ കാരണം ഞാൻ അത് അക്സെപ്റ്റ് ചെയ്തില്ല. പിന്നീട് നീ എന്നും എന്നോടൊപ്പം ആയിരുന്നില്ലെന്ന് ഞാൻ ആഗ്രഹിച്ചു. നിന്നെ എനിക്ക് നഷ്ടപ്പെടാതിരിക്കാനാ നിന്റെ സമ്മതം പോലും ഇല്ലാതെ ഞാൻ നിന്നെ കല്യാണം കഴിച്ചത്. എനിക്കറിയാതെ തെറ്റാണ്. പക്ഷെ എന്നെ പോലെ ഒരാളിൽ നിന്ന് പിന്നെ നീ എന്താ പ്രതീക്ഷിക്കുക? I'm a son of bitch. ആണല്ലോ, ഞാൻ എന്റെ മനസ്സിൽ ഇത്രയും വെറുപ്പ് സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. നീ എന്നെ തോൽപ്പിച്ചു കളഞ്ഞു റിച്ച. എന്റെ തെറ്റാ, എല്ലാം എന്റെ തെറ്റാ. അർഹിക്കാത്തതൊന്നും ഞാൻ ആഗ്രഹിക്കാൻ പാടില്ലായിരുന്നു. I'm really sorry. പൊന്നില പോലൊരു പൂത്താലി ഞാനന്നു കഴുത്തിൽ ചാർത്തിയിലേ. പൊന്നേ, നീയതു കാണാതെ ഇന്നെന്നിൽ നിന്നു മകന്നില്ലേ? അണയുമോ പ്രിയ സഖി എൻ മനസ്സിന്റെ മണിമഞ്ചലിൽ? അഴകേ നീ
നാടും മറയരുതേ, കരളേ നീ കരയരുതേ. ഇവിടെ ഈ മഴവിൽ കൂട്ടിൽ തനിയേ ഞാൻ തേങ്ങുന്നു. ഇനിയും നിൻ പരിഭവമരുതേ, വരുമോ എൻ തേൻ കുയിലേ. ആ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ സാധാരണ വൈകിട്ട് ഇവിടെ വരാറുണ്ട്. സാരല്ല, ഞാൻ പൊക്കോളാം. അപ്പ ഞാൻ അത്രയ്ക്കും മോശപ്പെട്ടവനാണോ? ഏജ് എന്നെ സ്നേഹിക്കാൻ കൊള്ളില്ല അപ്പ. മോനെ, ഐം സോറി അപ്പ, എന്നോട് ക്ഷമിക്കും. എന്താടാ നിനക്ക് പറ്റിയേ? ദേ നോക്ക്, നിന്നെ ഞാൻ ചെറുപ്പത്തിലല്ലാതെ ഇന്നേ വരെ കരഞ്ഞു കണ്ടിട്ടില്ല. നീ കരയണമെങ്കിൽ അത് എത്രത്തോളം നിന്നെ വേദനിപ്പിക്കുന്നുണ്ടെന്ന് ഈ അപ്പന് മനസ്സിലാകും. എല്ലാത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ടാകും. ചിലത് നമ്മളെ വേദനിപ്പിക്കുന്നതാണെങ്കിലും അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. എല്ലാം നമുക്ക് അനുകൂലമായി വന്നാൽ അത് ജീവിതം ആകുമല്ലോ മോനെ. ഇത്രയൊക്കെ ചെയ്തിട്ട് അപ്പൻ എങ്ങനെ എന്നോട് ക്ഷമിക്കാൻ തോന്നുന്നു? ബിക്കോസ് യു ആർ മൈ സൺ. ഞാനല്ലാതെ പിന്നെ ആരാടാ നിന്നോട് ക്ഷമിക്കുക? നീ എന്നോട് അകലം പാലിച്ചത് നീ ചിലപ്പോ വീക്കായാലോ എന്ന് പേടിച്ചിട്ടാണെന്നും, അതുപോലെ റിച്ചാർഡിന്റെ മനസ്സാരേലും മാറ്റിയാലോ എന്ന് ഓർത്തിട്ടാ നീ അവനെ ആരുമായി അടുക്കാൻ സമ്മതിക്കാത്തതെന്നും എനിക്കറിയാം. ഞാൻ തോറ്റുപോയപ്പോ ഇത്രയൊക്കെ ചെയ്തിട്ടും കുറെ ശത്രുക്കളല്ലാതെ ഞാനെന്താ നേടിയത്? എന്തൊക്കെയോ നേടാൻ സാധിച്ചു എന്ന് ഞാൻ കരുതി. പക്ഷേ അതൊക്കെ എന്റെ മാത്രം തോന്നലുകളായിരുന്നു. അപ്പനെന്ന് പറഞ്ഞത് ശരിയാ. ഏതൊരു കൊമ്പനെ വീഴ്ത്താനും ചെറിയൊരു നലിയാണെങ്കിലും മതി. മോനെ, ഇത്ര നാളും ആയുധങ്ങൾ കൊണ്ട് മാത്രമേ മനുഷ്യരെ കൊല്ലാൻ സാധിക്കൂ എന്നാ ഞാൻ കരുതിയിരുന്നത്. പക്ഷെ അതങ്ങനല്ലെന്ന് ഞാൻ ഇന്ന് മനസ്സിലാക്കുന്നു. ചില വാക്കുകൾ കൊണ്ടോ തീരുമാനങ്ങൾ കൊണ്ടോ പോലും ഒരാളെ ജീവനോടെ കൊന്നുകളയാൻ കഴിയും. പണം കൊണ്ട് വിശ്വസ്തത വാങ്ങാൻ കഴിയും, ഭയം കൊണ്ട് അനുസരണ നേടാൻ കഴിയും. പക്ഷെ ശരിക്കും സ്നേഹത്തോടെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഹൃദയം വാങ്ങാൻ രണ്ടിനും കഴിയില്ല. മോനെ, വേദനകൾ ഉള്ളിലടച്ചു വെച്ചാൽ അതൊരിക്കലും ഇല്ലാതാവില്ല. അത് നമ്മളെ പതിയെ പതിയെ കാർന്നു തിന്നുകയുള്ളൂ. അതുകൊണ്ട് വിഷമങ്ങൾ വരുമ്പോ അത് കരഞ്ഞു തീർക്കണം. അപ്പോൾ നിന്റെ മനസ്സിന് കുറച്ചെങ്കിലും ഭാരം കുറഞ്ഞതുപോലെ തോന്നും. എത്ര ശക്തനായ മനുഷ്യനായാലും എത്ര വലിയവനായാലും ചില വേദനകൾ കണ്ണീരായി പുറത്തു വരണം. കരയുന്നത് ദൗർബല്യമല്ലോ, ചിലപ്പോൾ അത് ഹൃദയത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ ആശ്വാസമാണ്. അപ്പ I'm so fucking tired. I'm tired of everything.